അപ്പോഴേ ഇന്നും ഒരു പ്രഭാതം, സൂര്യോദയം ആയി, 7 മണിയായി. അപ്പം വെറുതെ നടക്കാനിറങ്ങി. ഇന്നൊരു മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെ മഴയായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ നടത്തത്തിൽ ഒരു മരത്തെ പരിചയപ്പെടുത്താം കേട്ടോ. ഈ ഒരു മരം പരിചയപ്പെടുത്താതെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മരമാണ് കേട്ടോ. ഇതിൻ്റെ പേര് പറയാമോ? ഇത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇപ്പം വളരെ വിരളമായിട്ട് കാണുന്നുള്ളൂ. ഇതാണ് ഈന്ത് മരം. കണ്ടോ, ഇതിലെ ഈന്തുങ്കായ ഉണ്ടല്ലോ, ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു സാധനം കേട്ടോ. അപ്പം എൻ്റെ ജനറേഷനുള്ളവർക്കൊക്കെ അറിയാം. ഈ കായ നന്നായിട്ട് പാകമായി കഴിയുമ്പോൾ ഇത് പൊട്ടിച്ചിട്ട് അതിൻ്റെ അരിയെടുത്ത് 6-7 ദിവസം വെള്ളത്തിലിടുവേ. അതിന് ശേഷം നല്ല വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് നല്ല പുട്ടും അതുപോലെയുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളിൽ പലരും കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനുള്ളവർക്ക് അറിയാമോ എന്നറിയത്തില്ല. എന്തായാലും ഈ ഈന്തുമരം ഞാനിന്ന് നടന്നു പോയ വഴിക്ക് കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ തളിരിലകൾ കണ്ടോ, ഇതിനി നല്ലപോലെ മൂത്ത് താഴേക്ക്. അപ്പോൾ ഈ കായ്കൾക്കൊരു സംരക്ഷണമായി അത് മാറും. ഇത് തട്ടായിട്ടത് മാറിക്കും. പണ്ടൊക്കെ ഈ ഈന്തിൻ്റെ ഇലകൾ നമ്മൾ ആഘോഷങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു, പന്തൽ അലങ്കരിക്കാനൊക്കെ അല്ലേ, ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാറില്ല. വീണ്ടും ആയി കാണും, പക്ഷേ ഇതൊക്കെ വിരളമായിട്ടേ നമ്മുടെ കാണും. പക്ഷേ ഞങ്ങളുടെയൊക്കെ പറമ്പിൽ, ഞങ്ങളുടെ ഹൈ റേഞ്ച് പറമ്പിലൊക്കെ ഇത് ഉണ്ട് കേട്ടോ, ഇപ്പോഴും ഉണ്ട്. പണ്ട് ഈന്തിൻ്റെ തടി കൊണ്ട് ചക്രം ഉണ്ടാക്കിയിട്ടില്ലേ, ഓർക്കുന്നുണ്ടോ? അങ്ങനെ വണ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചുറ്റീന്ത്, ഇതൊക്കെ പണ്ടത്തെ ഇതാണ്. ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചൂരൽ പോലത്തെയൊക്കെ ചെടികൾ ഉണ്ട്. അപ്പോൾ ചൂരിലൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ട്, ചൂലുണ്ടാക്കാനായിട്ടുള്ള ചുറ്റീന്ത്, ഇതിൻ്റെ ഇലയൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഇനി ഇത് നമ്മുടെ ഇപ്പം നമ്മൾ കാണുന്ന പൂന്തോട്ടങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സൈസ് ഈന്താണ് പാമ്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇതും നമുക്ക് അലങ്കരിക്കാനായിട്ട് എടുക്കാം. ഇത് പക്ഷേ മിക്ക നല്ല ഗാർഡനിലൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്, സ്ഥലം കൂടുതലുള്ളവരുടെയൊക്കെ. അപ്പോൾ ഇതിന് നല്ല വിലയാണ് കേട്ടോ. നമ്മുടെ നഴ്സറിയിലൊക്കെ കിട്ടും ഇതിൻ്റെ ചെറുത്. ഇതെന്ന് പറഞ്ഞാൽ നാടൻ നല്ല പഴയ ഈന്ത്. അപ്പോൾ ഇതിൻ്റെ ഇതിനെക്കുറിച്ച് എനിക്കറിയാം. കാരണം ഇത് നമ്മൾ ഇതിൻ്റെ കായ് കൊണ്ടുള്ള പലഹാരങ്ങളുണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, പുട്ടുണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, ഉതിരെന്നൊക്കെ പറയുന്ന സാധനം കഴിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് അടയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റേത് നമ്മുടെ ഗാർഡൻ ടൈപ്പാണെന്ന് തോന്നുന്നു. ഇതിനൊരു ഏകദേശം ഒരു 40 വർഷത്തെ പഴക്കമെങ്കിലും, 40 വയസ്സ് കൂടുതൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എന്ന് പറയുന്നത് ഒരു മനുഷ്യായുസ്സിനേക്കാളും കൂടുതൽ നിൽക്കുമെന്നുള്ളതാണ്. മനുഷ്യായുസ് എന്ന് പറയുന്നത് ആവറേജ് ഒരു 80 വയസ്സാണല്ലോ കണക്കാക്കുന്നത്. അപ്പം ഇത് അതിനേക്കാൾ ഉപരി ഇതിന് വർഷങ്ങൾ പഴക്കം നീണ്ടു നിൽക്കുന്ന. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഇതിൻ്റെ തടി കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് 40 വർഷമെങ്കിലും പഴക്കമുണ്ട്. ഇത് ഈ തോട്ടത്തിൽ, റബ്ബർ തോട്ടത്തിൽ നിൽക്കുന്നതാണ്. അപ്പം വഴിയരികിൽ കൂടെ പോയപ്പോൾ ഇങ്ങനെ കണ്ടു. ഇതുപോലെയുള്ള ചെറിയ റോഡുകളിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് പല വൃക്ഷങ്ങൾ, ഇതുപോലെയുള്ള വൃക്ഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നടത്തുമെന്ന് പറയുന്നത് എൻ്റെ വലിയ ശീലമൊന്നുമല്ല കേട്ടോ. ഞാനിങ്ങനെ എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ നടക്കാൻ വന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ നടക്കാൻ പോയപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ തോട്ടത്തിന് കൂടെ കയറി നടന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പനയെന്ന് പറയുമ്പോൾ ഇത് വേറൊരു രീതിയാണ്. ഇത് നമ്മുടെ ഗാർഡനിങ് ടൈപ്പ്. പിന്നെ ഈ പന നമ്മൾ മുമ്പേ കണ്ട ഭക്ഷ്യയോഗ്യമായ അതെന്ന് പറയുന്നത് ഇതിൽ ആൺപെണ്ണുണ്ട് കേട്ടോ. അതായത് സാഗ അല്ലെങ്കിൽ സൈക്കസ് എന്നറിയപ്പെടുന്നതാണ്. ക്യൂൻ സാഗയും കിങ് സാഗയും സൈക്കസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതൊരു സൈക്കസ് വിഭാഗത്തിൽ ഉണ്ട്. അപ്പം ഇതിൻ്റെയും മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ടാവും. എന്തായാലും ഇത് കണ്ടിട്ട് നമുക്ക് എന്താ തോന്നുന്നു? വളരെ നല്ലതായിട്ടല്ലേ തോന്നുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഗാർഡനിങ്, ഇതെല്ലാവർക്കും പരിചിതമായിരിക്കും. മറ്റത് നമ്മുടെ ഒറിജിനൽ അതിൻ്റെ രീതിയിലാണ് അതിനെ കാണുന്നത്. തോട്ടത്തിലും ഒക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനങ്ങനെ നടക്കാൻ പോകുന്ന കൂട്ടത്തിലല്ല. ഇന്നൊരു പ്രത്യേക സാഹചര്യങ്ങൾ വന്നപ്പോൾ ഞാനിങ്ങനെ 3-4 ദിവസം കൊണ്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പം ഞാൻ ഈ ചെറിയ വഴികളിലൂടെയൊക്കെ കയറി നടന്നപ്പോൾ ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ, വൃക്ഷങ്ങളൊക്കെ കണ്ടു, പക്ഷികൾ. അപ്പോൾ രാവിലെയുള്ള നടത്തം. ഞാൻ പള്ളിയിൽ പോകുമ്പോൾ കാണാം, ഫോണടിച്ചാൽ പോലും അവരറിയത്തില്ല കേട്ടോ, അത്രയ്ക്ക് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നടക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അവർ വണ്ടിയിൽ നിന്ന് വരുന്നതൊന്നും അറിയുന്നേ ഇല്ല.
അവർ ഒരു ശ്രദ്ധയില്ലാതായിരിക്കും ചിലപ്പോൾ നടക്കുന്നത്. ഈ വർത്തമാനം പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിലിങ്ങനെ മുഴുകിയായിരിക്കും പോകുന്നത്. അപ്പോൾ പരിസരത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാവില്ല. അങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതല്ല, ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള സൈഡ് നമ്മുടെ റോഡ് സൈഡിലുള്ള കാര്യങ്ങളൊക്കെ കാണുകയും ഒക്കെ ചെയ്ത് പോകുമ്പോഴേ പക്ഷികളെയൊക്കെ ഒന്ന് നോക്കി നിൽക്കുക. അതൊക്കെ എൻ്റെ ഒരു സ്വഭാവം പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പക്ഷികളൊക്കെ